പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഏകനല്ല. മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താൻ മുമ്പേ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ രീതി ദാനിയേലിന് ഉണ്ടായിരുന്നു. ഇത് സിംഹത്തിൽ എറിയും എന്ന് അറിഞ്ഞതുകൊണ്ട് ദൈവത്തോട് വന്ന് അപേക്ഷിക്കുകയായിരുന്നില്ല. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ പാഠമാകേണ്ട ഒരു വസ്തുത തന്നെയാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ആത്മീയ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ ശക്തിയാണ് ഒരു പ്രാർത്ഥന ജീവിതം ആളുടെ ജീവിതത്തിലുള്ളത്, അല്ലെങ്കിൽ ഒരു ശക്തമായ ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനാ രീതി നമ്മൾ പുലർത്തുക എന്നുള്ളത്. ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തരണേ തരണേ, കാക്കണേ കാക്കണേ എന്നുള്ള വാക്യങ്ങളല്ല, വാചകങ്ങളല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം, ആഴമേറിയ ഒരു ബന്ധം നമ്മൾ പുലർത്തുക എന്നതാണ്. ദൈവത്തെ വാഴ്ത്താനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമ്മൾ എത്രമാത്രം ശ്രമിക്കാറുണ്ട് ഓരോ ദിവസവും എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ പല വലിയ പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഒക്കെ മാറ്റാൻ, ഒരു വലിയ വീണ്ടെടുക്കലിൻ്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ വരാൻ ഉള്ള ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. നമ്മുടെ പ്രാർത്ഥന ശരിയായ രീതിയിൽ ആക്കുക. ഒരു ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനാ രീതി, പ്രാർത്ഥനാ ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അത് കുടുംബപരമായിട്ട് തന്നെ ഉണ്ടാകേണ്ടതാണ്. കുടുംബത്തിലെ ഓരോ ആൾക്കാരും, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാകേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ആരെങ്കിലുമൊക്കെ ഒരാൾ തുനിഞ്ഞിറങ്ങിയാലേ പറ്റത്തുള്ളൂ. ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനാ രീതി, അല്ലെങ്കിൽ ദൈവമായിട്ട് ആഴമേറിയ ഒരു ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് കാണേണ്ടത് ദാനിയേലിൻ്റെ ജീവിതമാണ്. 30 ദിവസത്തേക്ക് മറ്റാരെയും നമസ്കരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവരെ സിംഹത്തിൻ്റെ കുഴിയിൽ എറിയും എന്നുള്ള രേഖ തയ്യാറാക്കിയ അന്ന്, അത് കേട്ട അന്ന് ദാനിയേൽ ചെയ്യുന്നത്, ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളൊന്ന് വായിച്ചു കാണാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു രേഖ പുറത്താക്കി എന്ന് ദാനിയേൽ കേട്ടപ്പോൾ, സിംഹത്തിൻ്റെ കുഴിയിൽ എറിയപ്പെടും എന്ന് ദാനിയേൽ കേട്ടപ്പോൾ ദാനിയേൽ ചെയ്തത് നേരെ വീട്ടിൽ പോയി മാളിക മുറിയിൽ, അല്ലെങ്കിൽ മുകളിലത്തെ മുറിയിൽ കയറി, ആരും കാണാതെ ഒന്നുമല്ല, യെരൂശലേമിലേക്ക് തുറക്കുന്ന ജനൽ തുറന്നിട്ടുകൊണ്ട് ജീവനുള്ള ദൈവത്തെ മുട്ടുകുത്തി 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പതിവ് പോലെ ചെയ്തു വന്നിരുന്ന ആ ഒരു പ്രാർത്ഥനയാണ് ദാനിയേൽ ചെയ്തത് എന്നതാണ്. താൻ ദിവസവും ചെയ്തു വന്നിരുന്നത് പോലെ, താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെയാണ് ദാനിയേൽ ചെയ്തത്. താൻ മുമ്പേ ചെയ്ത് വന്നിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പതിവ് ദാവീദിനുണ്ടായിരുന്നു. എന്താണ് ദാവീദിന്റെ പതിവ്? 3 പ്രാവശ്യം മുട്ടുകുത്തി ജീവനുള്ള ദൈവത്തെ യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദിന്റെ ആ ഒരു ദാനിയേലിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെടും എന്ന് എന്താണെങ്കിലും ഉറപ്പായി, എന്നിട്ടും ഒരു സങ്കോചവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ വളരെ സമാധാനത്തോടു കൂടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് ദാനിയേൽ ഇവിടെ. ഇപ്പൊ ദാനിയേലിന്റെ ഈ ഒരു പതിവ് സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു വലിയ പ്രതിസന്ധികളുടെ നടുവിലും തൻ്റെ മരണം മുന്നിൽ കാണുന്ന ഒരു അവസ്ഥയിലും ദാനിയേലിന് സന്തോഷമായിട്ട് സമാധാനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? പക്ഷെ ദാനിയേൽ വളരെ സമാധാനമുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് ദാനിയേൽ പതിവ് പോലെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രാർത്ഥന രീതി, പ്രാർത്ഥന ജീവിതം തന്നെയാണ് ദാനിയേലിനെ ശക്തിപ്പെടുത്തിയത്. ആ ഒരു പ്രാർത്ഥന രീതി തന്നെയാണ്. അപ്പോൾ ദാനിയേലിന്റെ ജീവിതം സാധാരണ ആൾക്കാരുടെ ജീവിതം പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പം ഓർക്കും ദാനിയേലിനെ അന്നേരപ്പോൾ സിംഹക്കുഴിയിൽ ഇടാൻ പോവുകയായിരുന്നു എന്ന്. പക്ഷെ ജീവിതകാലം മുഴുവൻ സമ്മർദ്ദങ്ങളുടെ ജീവിതം തന്നെയാണ് ദാനിയേലും അനുഭവിച്ചിരുന്നത്. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ ബാലനായിരുന്നപ്പോൾ തന്നെയാണ് ദാനിയേലിനെയും മറ്റ് 3 ബാലകരെയും യെരൂശലേമിൽ നിന്നും, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ പേരൊക്കെ മാറ്റി, അവരുടെ ഐഡന്റിറ്റി ഒക്കെ മാറ്റി, അവരെ വെറും അടിമയെ പോലെ തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്, വീർപ്പുമുട്ടലിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവർ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൊട്ടാരത്തിൽ അവർ കഴിഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം പ്രതിസന്ധികളിൽ കൂടിയാണ് ദാവീദ് വളർന്നു വന്നത് എന്നത് നമ്മളെല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കണം. എല്ലാം ശരിയായിരുന്ന അവസ്ഥയിൽ മാത്രമല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. എല്ലാം എതിരായിരുന്നപ്പോഴും ജീവിതത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ ദാനിയേൽ ചെയ്തത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി തുടർന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ എത്ര പേർക്ക് ഇത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ ആകുലതകളൊക്കെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾക്ക് മടി വരും. പക്ഷെ ദാനിയേൽ ഇതൊന്നുമല്ല ചെയ്തിരുന്നത്. ദാനിയേലിൻ്റെ ആ ഒരു പ്രശസ്തിയും ദാനിയേലിൻ്റെ ആ ഒരു വളർച്ചയും ഒക്കെ കണ്ട് ദാനിയേലിനോട് ഒരുപാട് പേര് അസൂയൊക്കെ തോന്നുന്നുണ്ട്. രാജകൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ ദാനിയേലിന് അസൂയ തോന്നുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതികൂലമായിരുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ദാനിയേൽ കടന്നുപോയത്. അപ്പോഴും താൻ ചെയ്തുകൊണ്ടിരുന്ന പതിവ് നിർത്താതെ താൻ മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താൻ മുമ്പേ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ രീതി ദാനിയേലിന് ഉണ്ടായിരുന്നു. ഇത് സിംഹത്തിൽ എറിയും എന്ന് അറിഞ്ഞതുകൊണ്ട് ദൈവത്തോട് വന്ന് അപേക്ഷിക്കുകയായിരുന്നില്ല. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ പാഠമാകേണ്ട ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും പ്രതിസന്ധികൾ അകപ്പെടുമ്പോഴാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. അപ്പോഴാണ് എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എത്ര തെറ്റായ രീതിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ദൈവമായിട്ടുള്ള വലിയ ആഴമേറിയ കണക്ഷൻ ഉണ്ടാകേണ്ടതാണ്. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമ്മൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്, എത്രമാത്രം നമ്മളത് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടതാണ് എന്നത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ദാനിയേലിനെ ദൈവം സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ചു എന്നത് സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ആ ഒരു ദാനിയേൽ എന്തുകൊണ്ടാണ് ദൈവം രക്ഷിച്ചത് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാനിയേലിൻ്റെ ആ ഒരു പ്രാർത്ഥനാ രീതി, ഈവൻ മരണം മുന്നിൽ കണ്ട് ഉള്ള ആ ഒരു അവസ്ഥയിലും രക്ഷിക്കണമേ എന്നൊന്നുമല്ല ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം കാണാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. തരണേ, അപ്പം തരണേ, കടം മാറ്റണമേ, രോഗം മാറ്റണമേ, എല്ലാ തരത്തിലുള്ള തരണേ, കാക്കണേ എന്നുള്ള അഭയ യാചനകൾ, സപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥനകളുടെ രൂപത്തിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ദാനിയേലിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും മഹത്വമേറിയ കാര്യം എന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ കണ്ടപ്പോഴും രക്ഷിക്കണമേ എന്നുള്ള കാര്യമൊന്നുമല്ല ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്തു തരും എന്നുള്ളത് നമ്മളിവിടെ അക്ഷരാർത്ഥത്തിൽ കാണുകയാണ്. തൻ്റെ ജീവന് വേണ്ടി അപേക്ഷിച്ചില്ല എങ്കിലും ദാനിയേലിൻ്റെ ആ ഒരു സമയത്ത് ദാനിയേലിൻ്റെ രക്ഷയാണ് ഏറ്റവും വലിയതായിട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നറിയാവുന്ന ദൈവം സിംഹത്തിൻ്റെ വായിൽ നിന്നും ദാനിയേലിനെ രക്ഷിക്കുകയാണ് ചോദിക്കാതെ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും വലിയ രീതിയിലുള്ള ആഴമേറിയ കണക്ഷൻ ദൈവമായിട്ട് തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സിംഹക്കുഴി എന്ന പല അവസ്ഥകളും നമ്മളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. പ്രാർത്ഥന എന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതി, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കരുതി പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഇത്ര വലിയ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോയ ഒരാളുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളാണ് നമ്മളിവിടെ കാണുന്നത്. ദാനിയേലിന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്നിരുന്ന പല കാര്യങ്ങൾ. പ്രാർത്ഥന എന്നുള്ളത് കൊണ്ട് പ്രതിസന്ധികൾ ഇല്ലാതെ വരിക എന്നുള്ളതല്ല, പക്ഷെ പ്രതിസന്ധികളിലും നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ നമ്മൾക്ക് ഈ ഒരു പ്രാർത്ഥന രീതി, പ്രാർത്ഥന ജീവിതം നേടിത്തരുന്നു. ദൈവത്തിലുള്ള വലിയ വിശ്വാസം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളുടെ സമ്മർദ്ദങ്ങളുടെയും ഇടയിൽ നമ്മൾക്ക് ഉണ്ടാക്കി തരാൻ ഇത്തരം ഒരു അവസ്ഥ, ദൈവമായിട്ടുള്ള ആഴമേറിയ കണക്ഷൻ, ദൈവത്തെക്കുറിച്ചുള്ള വലിയ അറിവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വരുന്നു. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്നും ആ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും ദാനിയേലിനെ രക്ഷിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നു, അതേ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ അവനുമായിട്ടുള്ള കണക്ഷൻ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പം നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം എന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആകരുത് എന്നതാണ് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയുന്നത്. ദൈവമായിട്ടുള്ള എപ്പോഴുമുള്ള ആ ഒരു കണക്ഷൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനും പുകഴ്ത്തുവാനും നമ്മൾ എത്രമാത്രം ശ്രമിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ദിശ
തിരിച്ചുവിടുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതം, പ്രാർത്ഥന രീതി നമ്മൾക്ക് സഹായമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളൊക്കെ മാറിപ്പോവാൻ, നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം ഇതൊക്കെ നിവർത്തിച്ച് തരുവാൻ അവന് കഴിയുന്നതാണ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നുള്ളത് ദാനിയേലിന് നന്നായിട്ട് അറിയാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, കൂരിരുൾ താഴ്വരകളിൽ കൂടി കടന്നു പോയാലും അവന് എന്നെ വിട്ടുപിരിയാത്തവനാണ്, അവനെന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു അഗാധമായ വിശ്വാസം ദാനിയേലിന് ഉണ്ടായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏകനല്ല എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഏകനല്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ട്. പ്രാർത്ഥനാ രീതിയുള്ള ഒരാള് പരാജയപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം ആ ഒരു പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ക്ഷണിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പരാജയപ്പെടാൻ ഒരിക്കലും കഴിയത്തില്ലാത്ത ദൈവത്തെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ എപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഏകനല്ല, അവൻ ഒരിക്കലും തന്നെയല്ല, തനിച്ചല്ല. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ രീതി നമ്മളൊക്കെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തണം. ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവമായിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യും. ഇവൻ അത്ഭുതം ചെയ്തില്ല എങ്കിലും, അത്ഭുതം കണ്ടില്ല എങ്കിലും ദൈവത്തെ വാഴ്ത്താനും പുകഴ്ത്താനും ഒക്കെ നമ്മൾക്ക് വലിയ താല്പര്യം ഉണ്ടാകേണ്ടത് തന്നെയാണ്. ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ജീവിതത്തിലെ പ്രാർത്ഥനാ രീതി, പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ എല്ലാവരും ശക്തിപ്പെടുത്തുക. സോ കം fall in love with Jesus and fall in love with the word of God.